Hi dear students, welcome to our online class. So anyway, in the last lecture we discussed about SPC, spherical polar coordinates, isn't it? And we solved how to calculate the area, volume and length. Okay, everything related to SPC has been discussed. But still there are one more point to discuss, and that is about the how the form of del or how gradient will be look like in SPC, right? We know it in our Cartesian coordinate, right? I dou by dou x t del t ആണെങ്കിൽ I dou t by dou x plus j dou t by dou y plus k dou t by dou z. That is in Cartesian coordinate x, y, z. And what is the corresponding form of that del t in my SPC? Okay, and what is the form of divergence and curve in our SPC? That thing is remaining. Anyway, before going to that, I hope I should tell you or teach you what is cylindrical coordinates. അപ്പോൾ നമുക്ക് നല്ലത് ഈ cylindrical coordinate കൂടെ പറഞ്ഞ ശേഷം എന്ത് ചെയ്യാം, ഈ ഗ്രേഡിയന്റ്, ഡൈവേർജൻസ്, കേള് ഇതൊക്കെ എങ്ങനെയാണ് സ്പെറിക്കലും സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലും എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് പഠിക്കാം, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ യു ഫോളോ മീ. അപ്പൊ നമുക്കിപ്പോ രണ്ട് രീതിയിൽ, ഇപ്പോ ഒരു വൺ ഡയമെൻഷനിലെ ഇപ്പൊ ഒരു ലൈനിലെ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു വൺ കോർഡിനേറ്റ് മതിയാവും. ഒരു 2 ഡയമെൻഷൻ സ്പേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 കോർഡിനേറ്റ് വേണം, അല്ലേ? പക്ഷെ നമ്മൾ നിൽക്കുന്ന സാധാരണ ഈ ഒരു സ്പേസ് 3 ഡയമെൻഷൻ സ്പേസ് ആണ്. വി റിക്വയർ 3 കോർഡിനേറ്റ്സ് ടു റെപ്രസെന്റ് എനി പോയിന്റ് ഇൻ ദി സ്പേസ്. ഓക്കെ, സോ ആൻഡ് അത് നമുക്ക് കാർട്ടീഷ്യനിൽ റെപ്രസെന്റ് ചെയ്യാൻ അറിയാം, നമുക്ക് കുറെ കാലമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്, ഇത് SPC, അല്ലേ? സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ. അവിടെ നമുക്കുള്ളത് ആരൊക്കെയാണ്? കാർട്ടീഷ്യനിൽ നിങ്ങൾക്ക് you have x, y and z coordinates, അല്ലേ? SPC ആണെങ്കിൽ നിങ്ങളുടെ കാർട്ടീഷ്യൻ ആണ്, റൈറ്റ്? ഇനി SPC യിലാണെങ്കിൽ you have എന്തായിരുന്നു? പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് r, polar angle theta and azimuthal angle phi, അല്ലേ? This is in SPC, right? Now in cylindrical coordinates we have, instead of r theta phi we have s phi z in cylindrical. Okay, so remember what are the coordinates in cylindrical? S, phi, z. Now we should learn what these all 3 coordinate represents. അതെന്തൊക്കെയാണെന്ന് അറിയണം, ഇല്ല പിന്നെ ഇത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് അതിലേക്ക് കടക്കാം. ഇവിടെ നോക്കിയാൽ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നമ്മൾ കാർട്ടീഷ്യനിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന z കോർഡിനേറ്റിന് അത് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ z എന്ന് പറയുന്നത് നിങ്ങളുടെ കാർട്ടീഷ്യൻ ഒരു പോയിന്റ്, ഈ 3 ഡയമെൻഷൻ സ്പേസിൽ ഒരു പോയിന്റിന്റെ z കോർഡിനേറ്റ് ഏതാണോ അത് തന്നെയാണ് നിങ്ങളുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലെ ഈ മൂന്നാമത്തെ കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ മറ്റു 2 കോർഡിനേറ്റ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചാൽ മതി, റൈറ്റ്? അത് നമുക്ക് നോക്കാം. അത് നമുക്ക് ആദ്യം 3 ഡയമെൻഷൻ സ്പേസ് നമുക്കൊന്ന് വരയ്ക്കാം, റൈറ്റ്? ഫോളോ മീ, ലിസൺ ഹിയർ. ദിസ് ഈസ് x ആക്സിസ്, y ആക്സിസ്, z ആക്സിസ്. ഇതാണ് നമ്മുടെ 3 ഡയമെൻഷൻ സ്പേസ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഇവിടെ സപ്പോസ് ദിസ് ഈസ് ദി പോയിന്റ്, നമ്മുടെ P എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ജനറലി നമ്മൾ ഇപ്പോ ഈ പോയിന്റ് P യെ നെയിം ഇറ്റ്, ഞാൻ P എന്ന് എഴുതുന്നില്ല കാരണം അവിടെ എനിക്ക് കുറച്ച് വരകളൊക്കെ വരയ്ക്കാറുണ്ട്, അപ്പൊ അതെല്ലാം. എനിവേ, ഈ പോയിന്റിനെ നമുക്ക് XYZ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ അറിയാം. കഴിഞ്ഞ ക്ലാസ് തൊട്ടിട്ട് SPCയിലും റെപ്രസെന്റ് ചെയ്യാൻ അറിയാം, റൈറ്റ്? അവിടെ R എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മുടെ ഒറിജിൻ, അല്ലേ? ഒറിജിന് ഈ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ആര്? R എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ആ R അല്ല, ഈ R ആണ് S എന്ന് വിചാരിക്കരുത്, റൈറ്റ്? S എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന്
എന്താ ഈ ഒരു പോയിന്റ് ഒന്ന് നിങ്ങൾ z ആക്സിസിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് ഇത് നിങ്ങളുടെ മൂന്നാമത്തെ കോർഡിനേറ്റ് z നമുക്കറിയാം. നൗ നമുക്ക് ഇതിന്റെ പ്രൊജക്ഷൻ എടുക്കാം xy പ്ലെയിനിലേക്ക്. ഓക്കെ റൈറ്റ് മനസ്സിലാവില്ലേ? Fine. And this angle is the what our second coordinate phi. അപ്പോൾ ഇവിടെ രണ്ട് കോർഡിനേറ്റ് മനസ്സിലായി. ഒന്ന് z, മറ്റേത് p യുടെ പ്രൊജക്ഷൻ x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇത് phi. റൈറ്റ്, തെറ്റിപ്പോരുത്. അപ്പോൾ phi നേരത്തെ നമ്മുടെ SPCയിലുള്ള അതേ ആൾ തന്നെയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് s എന്നുള്ളതാണ്. അവിടെയാണ് വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുക. നേരത്തെ നമുക്ക് പൊസിഷൻ വെക്ടർ ആണുള്ളതെങ്കിൽ s എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ അല്ല, ഈ പോയിന്റ് നിന്ന് z ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇതെന്ന് s. റൈറ്റ്, എന്താ പറഞ്ഞത്? ഈ p എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് z ആക്സിസിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഇത് s. ഓക്കെ, അപ്പൊ മറക്കരുത്. റൈറ്റ്, ദാറ്റ് ഈസ് s. അപ്പൊ പൊസിഷൻ വെക്ടർ അല്ല. പൊസിഷൻ വെക്ടർ വരയ്ക്കുക z ആക്സിസ് എന്നല്ല, എവിടുന്ന ഒറിജിൻ ആണ് അല്ലേ? ഇത് ഏതാണ്? നിങ്ങളുടെ z ആക്സിസിലേക്കുള്ള നമ്മുടെ z കോർഡിനേറ്റ് ഇല്ലേ, അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് s എന്ന് പറഞ്ഞാൽ. അപ്പൊ phi എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന്റെ പ്രൊജക്ഷൻ x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് phi. ഓക്കെ, നമുക്ക് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിടാം. ഓക്കെ, ഇതാണ് phi. ഓക്കെ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പണ്ട് SPCയിൽ എക്സും y സെറ്റും r തീറ്റ phi നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. എന്തൊക്കെ കിട്ടും? അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കൺസ്ട്രക്ഷൻസ് നടത്താം ഇവിടെ. റൈറ്റ്, ഓക്കെ, നോക്കുക. ഇത് phi. ഓക്കെ, ഇത് 90 ആണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഹൈപ്പോട്ടന്യൂസ്. റൈറ്റ്, എനിവേ വാട്ട് ഈസ് cos phi എന്ന് പറയുകയാണെങ്കിൽ cos phi എന്താ? cos phi equal to adjacent side divided by hypotenuse. adjacent side, ഈ phi യുടെ adjacent side ഇതാണ്. ഈ ലെങ്ത് എന്താണ്? ഈ പോയിന്റിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയിട്ടുള്ള x ആണ് ആ adjacent side അല്ലേ? ഇത് x ആണ്. റൈറ്റ്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് y ആണ്. അതൊക്കെ നമുക്ക് അറിയാലേ. സോ x divided by hypotenuse, ഇതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഇതെന്താ വരിക? അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പൊസിഷൻ വെക്ടർ ആണ്, അതിന്റെ പ്രൊജക്ഷൻ ആണ് ഇത് അല്ലേ? അപ്പൊ r cos sin θ എന്ന് വരും. ഓക്കെ, ഇവിടെ അതാണോ? അത് അല്ല. ഇവിടെ ഈ s എന്താണോ അത് തന്നെയാണ് ഈ ഡിസ്റ്റൻസ്. സോ ഇതിന്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് s ആണ്. ഓക്കെ, സോ ഈ പോയിന്റ് പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒറിജിന് ആ പോയിന്റിലേക്ക് നിങ്ങൾ വരച്ച് കിട്ടുന്ന ഈ ലൈന് s ആയിരിക്കും. അതായത് ഈ പോയിന്റിൽ നിന്ന് z ആക്സിസിലേക്ക് നിങ്ങൾ വരച്ചിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതേ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, റെഡി അല്ലേ? നേരത്തെ സ്പെറിക്കൽ ആലോചിച്ചു അവിടെ നിങ്ങൾക്കൊരു r sin θ എന്നിട്ട് നമുക്ക് വന്നത്. റൈറ്റ്, കാരണം അതിന്റെ പ്രൊജക്ഷൻ ആണത്. ഇവിടെ നിന്നാണ് നമ്മൾ പൊസിഷൻ വെക്ടർ വരച്ചത്. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല, z ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് s. അത് തന്നെയാണ് ഒറിജിന് അതിന്റെ പ്രൊജക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസും. കറക്റ്റ് അല്ലേ? അത് ആ പിക്ചറിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഹൈപ്പോട്ടന്യൂസ് അത് s ആണ്. യെസ്, സോ x കിട്ടൂലേ മക്കളെ? എന്താ x? x ഈക്വൽ ടു വെരി സിമ്പിൾ as cos phi. റൈറ്റ്, s ഈക്വൽ ടു x ഈക്വൽ ടു s cos phi. റൈറ്റ്, ഇനി എന്താ sin phi ഒന്ന് പറഞ്ഞാണേ? sin phi ഈക്വൽ ടു ഒന്ന് പറ. എന്താ sin phi? ഓപ്പോസിറ്റ് സൈഡ്, ഈ ലെങ്ത്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ നേരെ വെച്ചോക്കുക ഈ y കോർഡിനേറ്റ് ആണ് അല്ലേ? സോ y divided by hypotenuse s ആണ്. So y equal to s sin phi. Right, അപ്പോൾ നമുക്ക് x കോർഡിനേറ്റും കിട്ടി, y കോർഡിനേറ്റും കിട്ടി. ഇനി z ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഹൈറ്റ് ആണ് കാർട്ടീഷ്യനിലെ സെറ്റ്, അത് തന്നെയാണ് നിങ്ങളുടെ സിലിണ്ടറിക്കൽ സെറ്റും. സോ z equal to z. Right, so മൂന്ന് കോർഡിനേറ്റും നമ്മൾ കാർട്ടീഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്തു. So these three equations give the relation between your Cartesian xy set with the cylindrical coordinates. Okay, clear അല്ലേ? Right, അപ്പോൾ ഇത് ഒന്നുകൂടെ SPCനെക്കാളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഓർമ്മിക്കേണ്ട, തെറ്റിപ്പോകാനുള്ള ഏറ്റവും വലിയ ചാൻസ് ഒന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ പൊസിഷൻ വെക്ടർ ആണ് സ്പെറിക്കൽ എടുത്തത്, അത് ഒറിജിന് വരയ്ക്കുന്നതാണ്. ഇവിടെ
ഈ പോയിന്റ് z ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് s. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് s. റൈറ്റ്, അത് പോസിറ്റീവ് വെക്ടർ അല്ലല്ലോ, നമുക്കറിയാലോ. റൈറ്റ്, ഫൈയും സെറ്റും നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ ഡിയേഴ്സ്, ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. Now listen me. നമുക്ക് നോക്കണം ഈ 3 കോർഡിനേറ്റ്സ് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നുള്ളത് ഒരു പോയിന്റ് ആണ് അല്ലേ. അവരുടെ യൂണിറ്റ് വെക്ടേഴ്സിന്റെ ഡയറക്ഷൻ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കണം. ആദ്യം നമുക്ക് എസ് നോക്കാം അല്ലേ. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് ഡയറക്ഷൻ. ഒന്നുകൂടെ, എസ് ഏതാ കോർഡിനേറ്റ്, z ആക്സിന് എന്റെ പോയിന്റ് ഇതാണ് നമ്മുടെ പോയിന്റ് പി. ഓക്കെ, ആ പോയിന്റിലേക്ക് ഞാൻ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എസ് അല്ലെ. അത് ഇൻക്രീസ് ആവുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഏറോ മാർക്ക് ഇട്ടിരിക്കുന്ന ഡയറക്ഷൻ ആണ്. ആ ഇൻക്രീസ് ആവുന്ന ഡയറക്ഷൻ ആണ് നമ്മുടെ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എസ് ക്യാപ്. ക്ലിയർ അല്ലേ? ഇനി ഫൈ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് പ്രൊജക്ഷൻ നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് ഇങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നത്. കറക്റ്റ് അല്ലേ? സോ ഇതാണ് ആ ഡയറക്ഷൻ ഫൈ ക്യാപ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ആളാരാ, ഇങ്ങോട്ട് വരല്ലേ, കുറച്ചുകൂടെ ചേർച്ച് വയ്ക്കണം എന്നാലേ കറക്റ്റ് ആവുള്ളൂ. സോ ദിസ് ഇസ് ഫൈ ക്യാപ്, നോ പ്രോബ്ലം. നൗ ലിസൺ, മൂന്നാമത്തെ സെഡ് ഇത് ഒറിജിൻ ആണ്, ദാ ഇൻഫിനിറ്റിയിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോ ഈ ഡയറക്ഷൻ ആണ്, അപ്വേർഡ് ഡയറക്ഷൻ ആണ് ഏത്, സെറ്റ് ക്യാപ്പിന്റെ. സെറ്റ് കോർഡിനേറ്റ് ഇൻക്രീസ് ആവുന്ന ഡയറക്ഷൻ ഏതാ നോക്കിയാൽ മതി. ഇവിടെ 0 ആണെങ്കിൽ ഈ ഡയറക്ഷനിലേക്കാണ് ഇൻക്രീസ് ആയി വരുന്നത്. സോ ദാറ്റ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് സെറ്റ് ക്യാപ്, സെറ്റ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് സെറ്റ് ക്യാപ്. യെസ്, സോ നമ്മൾ 3 കോർഡിനേറ്റിന്റെയും യൂണിറ്റ് വെക്ടേഴ്സ് ആയിട്ടുള്ള എസ് ക്യാപ്, ഫൈ ക്യാപ്, സെഡ് ക്യാപ് എന്താണെന്ന് എഴുതി വെച്ചു. റൈറ്റ്, ഇനി ഇതിന്റെ എക്സ്റ്റൻഷൻ എവിടെ മുതൽ എവിടെ വരെയാണെന്നതാണ്. തീർച്ചയായിട്ടും എസ് എന്ന് പറയുന്നത് സെഡ് ആക്സിസിന്റെ ഇവിടത്തേക്ക് ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഈ പോയിന്റ് നമുക്ക് എത്ര ദൂരമാണ് കൊണ്ടുപോകാം മീൻസ് 0 മുതൽ ഈ പോയിന്റ് സെഡ് ആക്സിസിലാണെങ്കിൽ എസ് എത്രയാ ആലോചിക്കുക. ഈ പോയിന്റ് ഞാൻ അടിച്ചടിപ്പിച്ച് സെഡ് ആക്സിസിൽ എത്തിച്ചു. അങ്ങനെയാണ് എസ് കോർഡിനേറ്റ് എത്രയാ, 0 ആണ്. അപ്പോ 0 മുതൽ അല്ലേ. സോ നിങ്ങൾ എസ് കോർഡിനേറ്റ് 0 ടു എത്ര വരെ പോവാം, അനന്തമായിട്ട് നീളാം. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റി. ഓക്കെ, അടുത്തത് ഫൈ ആണ്. In order to accommodate all the points in this 3-dimensional space, ഈ ഫൈ എന്ന് പറയുന്ന ആളുടെ ഇത് ചുറ്റും സെഡ് ആക്സിന് ചുറ്റും കറങ്ങണം എന്ന് പറഞ്ഞാൽ 2π ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. 0 to 2π. അടുത്തത് അതാ എസ് ഫൈ സെഡ് എവിടെയാ, ഇങ്ങ് പ്ലസ് ഇൻഫിനിറ്റി പോവാം, താഴെ മൈനസ് ഇൻഫിനിറ്റി വരെ പോയിക്കോട്ടോ. നിങ്ങൾ സെഡ് 0 to ഇൻഫിനിറ്റി ആണ് വിചാരിക്കരുത്. ഇതിപ്പോ ഞാൻ എന്റെ കാർട്ടീഷ്യന്റെ തന്നെ 8 ഭാഗത്തിൽ ഒരു ഭാഗമേ വരച്ചിട്ടുള്ളൂ അല്ലെ. ഇതിന് അപ്പുറത്തൊരു ഭാഗമുണ്ട്, ഏത് -x വരുന്ന ഭാഗം. ഇപ്പുറത്ത് അതുപോലെ തന്നെ വീണ്ടും ഞാൻ ഉണ്ടാവും, അടിയിൽ ഉണ്ടാവില്ല അങ്ങനെ. അപ്പൊ സെഡിന് ഒരു മൈനസ് സെഡ് ആക്സിസ് അടിയിലുണ്ട്, ഞാൻ വരക്കാത്തോണ്ടാ. സോ സെഡ് ക്യാൻ മൂവ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പൊ സെഡിന്റെ കോർഡിനേറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഏതാണ്, പ്ലസ് ഇൻഫിനിറ്റി. ഇനി നിങ്ങൾ 0 to ഇൻഫിനിറ്റി എടുക്കുന്നുള്ളൂ എങ്കിൽ താഴത്തെ കുറെ പോയിന്റുകളെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ ഇൻ ഓർഡർ ടു accommodate all this point in our 3-dimensional space, z should run from minus infinity to plus infinity. Theta should rotate through an angle 2π and s can move 0, അതായത് z ആക്സിസ് നിന്ന് അല്ലേ ഇങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക്. റൈറ്റ്, അപ്പൊ ഈ കാര്യം ക്ലിയർ അല്ലേ? സോ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇത് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കി വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ. ഓക്കെ, എങ്കിലേ നമുക്ക് അടുത്ത കാര്യം പറയാൻ പറ്റുള്ളൂ. ഫൈൻ, ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്ന് ബോർഡ് നോക്കി നോക്കൂ. എന്തൊക്കെയാണ് ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഈ ചിത്രം മനസ്സിൽ വേണം. റൈറ്റ്, SPCയും സിലിണ്ടറിക്കലും വേറെ മനസ്സിലാക്കണം, കൺഫ്യൂഷൻ ആവരുത്. റൈറ്റ്, നൗ ലിസൺ. അപ്പൊ ഞാൻ ആ കാര്യങ്ങൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. റൈറ്റ്, ഇനി അടുത്ത കാര്യത്തിൽ കിടക്കാം. നമുക്ക് എന്തൊക്കെയാ വേണ്ടേ? SPCയിൽ ആലോചിച്ച് നോക്കൂ. ഇനി ഈ ഒരു 3-dimensional സ്പേസിലുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, സ്മോൾ അതായത് ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെന്റ് DL അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന അറിയണം. റൈറ്റ്, DA എങ്ങനെയാണെന്ന് അറിയണം,
ടോ അഥവാ ഡി വി സ്മോൾ വോളിയം അതെങ്ങനെയാണെന്ന് അറിയണം. റൈറ്റ്. അപ്പൊ ആദ്യം നമുക്ക് ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് നോക്കാം. ശ്രദ്ധിക്കണേ. എന്താ നമ്മുടെ ജനറൽ ഫോം എന്താ? ദാറ്റ് ഈസ് dl ഈക്വൽ ടു കറസ്പോണ്ടിങ് ടു 3 കോർഡിനേറ്റ് ഉണ്ട്. dls എസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ് ഡയറക്ഷനിലുള്ള സ്മോൾ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് അടുത്തത് ഫൈ ഡയറക്ഷനിലുള്ള ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് അടുത്താരാ എസ് ഫൈ സെഡ് dl z ഡയറക്ഷനിലുള്ള ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ അല്ലേ? ഒരു പ്രയാസമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ആയിക്കോട്ടെ. പിന്നെ ആദ്യം 3 നമുക്ക് എന്താണെന്ന് എഴുതി വെക്കാം. dls എസ് ഡയറക്ഷൻ ഇതാണ് അല്ലെ, ഈ ഡയറക്ഷൻ. ആ ഡയറക്ഷനിലെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ds ആണ്. എസിലെ ചെറിയ മാറ്റം ds ആണ്. റൈറ്റ്. ഈ ഡയറക്ഷൻ ഏതാ? എസ് ക്യാപ്പാ. സോ ഇത് മറ്റൊന്നുമല്ല, അത് നമുക്ക് വലിയ പണിയൊന്നുമില്ല. ds s ക്യാപ്. ക്ലിയർ അല്ലേ? നമുക്ക് dls എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. എസ് ഡയറക്ഷനിലുള്ള സ്മോൾ അതായത് ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡയറക്ഷനിലുള്ള ഇതാണ് എസ് ഡയറക്ഷനിലുള്ള ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ds അല്ലേ, ഡയറക്ഷൻ എസ് ക്യാപ്പ് ആണ്. അടുത്ത dl ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതായത് ഞാൻ ഇവിടുന്ന് ഈ പോയിന്റ് കുറച്ചും കൂടി ഡിസ്പ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ മാറ്റി വയ്ക്കാം. നോക്കാം. ഇതാണല്ലോ ഫൈ അല്ലേ, ഇതാണ് നിങ്ങളുടെ ഫൈ ക്യാപ്. നമ്മൾ എന്ത് ചെയ്യണം? ഫൈ ക്യാപ് ഡയറക്ഷനിൽ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കണം അല്ലേ. അപ്പൊ ഇതാ റൈറ്റ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ dl ഫൈ എന്ന് പറയുന്നത്. ഫൈയുടെ ഡയറക്ഷനിലുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഈ ആംഗിൾ എത്രയാ? d ഫൈ ആണ്. ഓക്കെ. അങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ലെങ്ത് ഇൻറ്റു ആംഗിൾ. നമ്മൾ കഴിഞ്ഞ ചെയ്ത പോലെ തന്നെ നേരത്തെ ഇത് r cos θ മറ്റുമായിരുന്നു. ഇവിടെ അതല്ല, ഇവിടെ ഈ ലെങ്ത് എന്താ? s ആണ്. അപ്പൊ s ഇൻറ്റു ഈ ആംഗിൾ എത്രയാ? d ഫൈ. അപ്പൊ അതാണ് dl ഫൈ. സോ dl ഫൈ ഈസ് as d ഫൈ. മാഗ്നിറ്റ്യൂഡ് ആയിട്ട് ഇട്ടു. ഡയറക്ഷൻ ഏതാ? ഫൈ ക്യാപ്. ഓക്കെ. അപ്പൊ മനസ്സിലാക്കണേ. ഇതാണ് ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷനിലതാ. ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷനിലെ സ്മോൾ എലിമെന്റ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് dl ഫൈ ഇതാണ്. ഓക്കെ. ഇതെങ്ങനെ കാണും? ഈ ലെങ്ത് ഇൻറ്റു ആംഗിൾ. ഈ ലെങ്ത് s ആണ്, ആംഗിൾ പ്രൊട്ടക്റ്റഡ് d ഫൈ ആണ്. സോ d ഫൈ ഇൻറ്റു s അഥവാ s d ഫൈ. ഡയറക്ഷൻ ഏതാ? ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷൻ ആണ് ഫൈ ക്യാപ്. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം. മൂന്നാമത്തത് ഏതാ? z ഡയറക്ഷനിൽ. അത് വലിയ പണിയൊന്നുമില്ല. ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിലൊക്കെ എന്താ പറയാ, ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമുക്ക് പെട്ടെന്ന് കഴിയും. z ഡയറക്ഷനിലുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ dz ആയിരിക്കില്ലേ അല്ലേ. സോ ഇത് നമുക്ക് ചിത്രമൊന്നും വേണ്ട, നമുക്കറിയാം dz ആണ്. ഡയറക്ഷൻ z ക്യാപ്പിന്റെ ഡയറക്ഷൻ ആണ്. സോ 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്മോൾ എലിമെന്റൽ ഡിസ്പ്ലേസ്മെന്റ് dl ഈക്വൽ ടു എന്തൊക്കെ വരിക? ds s ക്യാപ് പ്ലസ് as d phi cap plus dz z cap. റൈറ്റ്. അപ്പൊ ഇതാണ് എന്തെന്ന് നിങ്ങളുടെ സ്മോൾ എലിമെന്റൽ അല്ലെ സ്മോൾ, അതായത് സ്മോൾ എന്ന് പറയണ്ട, ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡിസ്പ്ലേസ്മെന്റ്. സോ ഞാൻ അതോടെ മാറ്റി എഴുതാം. dl ഈക്വൽ ടു നമുക്കത് dl ഈക്വൽ ടു ds s cap plus നോക്കിക്കോ s d phi cap plus dz z cap. റൈറ്റ്. അപ്പൊ dl കിട്ടി. ഇനി വോളിയത്തിലെ കാണണം, ഏരിയയിലേയും കാണണം. ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ നമുക്ക് ഇതിനാവശ്യമില്ല, ഇത് എനിക്ക് ആവശ്യം ഉണ്ടാവും. അത് അവിടെ വെക്കട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ സ്മോൾ വോളിയം ആണെങ്കിലോ d ടോപ്പ് അല്ലെ dv എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള അത് ഉപയോഗിച്ചോളൂ. ഓക്കെ, നോ പ്രോബ്ലം. d ടോപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 3 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഈ സ്പേസിലുള്ള സ്മോൾ വോളിയം ആണ് കാണുന്നത്. കാർട്ടീഷ്യനിലാണെങ്കിൽ dx into dy into dz ആണ്.
അപ്പൊ ആ ചെറിയ ക്യൂബിന്റെ വോളിയം കിട്ടും അല്ലേ. ഇവിടെ നമ്മൾ ചെറിയൊരു ക്യൂബ് വരയ്ക്കുന്നു. ഇതിന്റെ വോളിയം എന്താ? ഇതിന്റെ വോളിയം എന്ന് വെച്ചാൽ ഇത് y, ഇത് z, ഇത് x ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ dy ആണ്. ഇതെന്താ? dx ആണ്. ഹൈറ്റ് എന്താ? dz ആണ്. അപ്പൊ ക്യൂബിന്റെ വോളിയം എന്താ? dx dy dz. മൂന്നും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് x ഡയറക്ഷനിലുള്ള ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു y ഡയറക്ഷനിലുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു z ഡയറക്ഷനിലുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? ഓരോ ഡയറക്ഷനും, പക്ഷെ ഇവിടെ x ഉം y z അല്ല, s ക്യാപിന്റെ ഡയറക്ഷനിലുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് dls മൾട്ടിപ്ലൈ ചെയ്യണം. ആരുമായിട്ട്? dl phi ആയിട്ടും dl z ആയിട്ടും. സോ d2 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. dls dl phi dl z. ഓക്കെ, അത് മൂന്ന് മൾട്ടിപ്ലൈ ചെയ്തോടെ എന്താ കിട്ടുക? ഈക്വൽ ടു dls എന്താ? ds. ശ്രദ്ധിക്കണം, വോളിയം ആണ്. അപ്പൊ dls വെക്ടർ അല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിക്കുള്ളൂ. അപ്പൊ dls ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ഉപയോഗിക്കില്ല, ds മാത്രം. അതുപോലെ dl phi ന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ആരാ? as d phi. dz ന്റെ മാഗ്നിറ്റ്യൂഡ് dz. so d tau is obtained as നോക്കുക s into ds d phi dz. ds d phi dz. ക്ലിയർ അല്ലേ? ഞാൻ അങ്ങനെ അതും കൂടെ മാറ്റി എഴുതാം. d tau സ്മോൾ വോളിയം എന്താ? as ds d phi dz. ക്ലിയർ അല്ലേ? അപ്പോ ആ കാര്യം മനസ്സിലായി. ഇനി ഏരിയ നോക്കാം. ഏരിയ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്ഥലത്ത് നമ്മളത് ഏതാണോ പ്ലെയിൻ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എഴുതണം അല്ലേ. ഇപ്പൊ XY പ്ലെയിനിലാണെങ്കിൽ നമുക്കറിയാം അവിടെ z കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. അതുപോലെ ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്ത് അതനുസരിച്ച് എന്ത് ചെയ്യണം? എഴുതാൻ പറ്റണം. ഓക്കെ, അത് നോക്കാം. Now finally ഏരിയ നോക്കാം. ഏരിയ നോക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് സിലിണ്ടർ അല്ലേ. അതായത് നിങ്ങൾ ഈ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സിലിണ്ടർ ഇങ്ങനെ ഒരു സിലിണ്ടർ മനസ്സിൽ കാണാമല്ലോ, കണ്ടൂടെ? അങ്ങനെയാണെങ്കിൽ ശരിക്കും എസ് എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിന്റെ റേഡിയസ് അല്ലേ. z ആക്സിസ് കടന്നു പോകുന്നത് സിലിണ്ടറിന്റെ നടുക്ക്, നമ്മൾ പൈപ്പ് ആണെങ്കിൽ അതിന് നടുവിൽ കടന്നു പോകുന്നതാണ് ഇത് z ആക്സിസ്. കറക്റ്റ് അല്ലേ? അപ്പൊ എസ് ശരിക്കും അതിന്റെ റേഡിയസ് പോലെയാണ്. ക്ലിയർ അല്ലേ? ആ റേഡിയസ് നമ്മളിതാ നിങ്ങളുടെ പ്രൊജക്ഷൻ എടുത്തിട്ട് കറങ്ങുന്ന ആംഗിൾ, അപ്പോഴാണ് ഈ സിലിണ്ടറിന്റെ എല്ലാ പോലും ഇൻക്ലൂഡ് ആവുള്ളൂ. അതാണ് ഫൈ ആംഗിൾ. അതൊക്കെ നമുക്കറിയാം. എനിവേ ഞാൻ പറയുന്ന കാര്യം, നമുക്ക് ഏരിയ എന്ന് പറയുമ്പോൾ ഈ കേർഡ്, ഈ ഒരു സിലിണ്ടർ ആണെങ്കിൽ കേർഡ് സർഫേസിലുള്ള ഏരിയ എന്താണെന്നും ഫ്ലാറ്റ് സർഫേസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ XY പ്ലെയിനിലുള്ള ഏരിയ ആണ് അല്ലേ. കേർഡ് സർഫേസിലെ ഏരിയയും അപ്പൊ XY പ്ലെയിനിലുള്ള ഏരിയ നമുക്ക് കാണണം. ഒരു സിലിണ്ടറിന് ആ അടിയിലും മേലെയുള്ള ഫ്ലാറ്റ് സർഫേസും കേർഡ് സർഫേസും അല്ലേ ഉള്ളൂ. അപ്പൊ ആ രണ്ട് ഭാഗത്ത് എങ്ങനെയാണ് ഏരിയ കണക്കാക്കുക നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ കഴിഞ്ഞു. അപ്പോൾ ഈ ഫ്ലാറ്റ് സർഫേസ് അത് നിങ്ങളുടെ സിലിണ്ടറിനെ ഒന്ന് പൊക്കിയിട്ട് ഈ ഒരു L ലെങ്ത് ഉള്ള സിലിണ്ടർ ആണെന്നിരിക്കും, അതിനകത്ത് XY പ്ലെയിനിൽ വെച്ചുകൂടെ എനിക്ക്. അപ്പൊ ഈ ഫ്ലാറ്റ് സർഫേസിലെ ഏരിയ എന്ന് പറഞ്ഞാൽ XY പ്ലെയിനിലെ ഏരിയ കാണുന്ന പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് XY പ്ലെയിനിലെ ഏരിയ എങ്ങനെ കാണുക, അതിൽ കേർഡ് സർഫേസിൽ എങ്ങനെ കാണാൻ നോക്കാം. എനിവേ ഈ ഒരു കേർഡ് സർഫേസിൽ എസ് കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ, ചേഞ്ച് ചെയ്യും. അവിടെ മാറാൻ ചാൻസ് ഉള്ളത് Z അല്ലേ. ലെങ്ത് മാറുമ്പോൾ Z മാറാം, Z കോർഡിനേറ്റ് മാറും അല്ലേ. ഇവിടെ ഉള്ള Z ആണോ ഇവിടെ ഉണ്ടാവുക? അല്ല. ഇതാണ് സിലിണ്ടർ എങ്കിൽ ഇവിടെ ഒരു Z, ഇങ്ങനെ ഓരോ പോയിന്റും Z കോർഡിനേറ്റ് വേറെയാണ്. റൈറ്റ്. അതുപോലെ ഇങ്ങനെ ചുറ്റും നിങ്ങൾ പോകുമ്പോൾ അതിന്റെ ഫൈയും ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് എസ് എപ്പോഴും ഇവിടെ കോൺസ്റ്റന്റ് ആണ്. കാരണം എസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ കേർഡ് സർഫേസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഒരു സിലിണ്ടറിനെ സംബന്ധിച്ചിട്ട് എസ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കേർഡ് സർഫേസിലെ എസ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ ചേഞ്ച് ചെയ്യാറാ, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫൈയും അതുപോലെ ലെങ്ത് അതായത് Z ആണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് കേർഡ് സർഫേസിലുള്ള എന്ത് ചെയ്യാം, ഏരിയ നോക്കാം അല്ലേ. നോക്കോളെ, DA ഏരിയ വെക്ടർ ആണ്, അറിയാം. DA ഈക്വൽ ടു ആര് കോൺസ്റ്റന്റ് ആണ്? കേർഡ് സർഫേസ് S കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പൊ തീർച്ചയായും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെയാ? DL phi into DL പിന്നെ Z ആണ്. DL phi എന്താ? ഇനി കേർഡ് സർഫേസിലെ ഏരിയ ഇതാണ് ഏരിയ. ഈ ഏരിയ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് റേഡിയസ് വെച്ചാൽ അത് S ആണ് അല്ലേ.
അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കായിരിക്കും ഏരിയ അല്ലേ എന്ന് പറഞ്ഞാൽ അത് എസ് ക്യാപ്പിന്റെ ഡയറക്ഷനിലല്ലേ അല്ലേ. അപ്പൊ ഈ ഒരു കേർവ്ഡ് സർഫേസിൽ ഇതാണ് ഏരിയ എങ്കിൽ അത് നോർമൽ ആയിട്ടാണ് നമ്മൾ ഡയറക്ഷൻ എടുക്കാറ് ഏരിയക്ക് എന്ന് പറഞ്ഞാൽ അത് എസ് ക്യാപ്പിന്റെ ഡയറക്ഷൻ ആണ്. സോ എസ് ക്യാപ്പിന്റെ ഡയറക്ഷനിലാണ് ഈ സ്മോൾ ഏരിയയുടെ ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു എസ് ക്യാപ്പ് കൊടുക്കാം. റൈറ്റ്. ഇനി ഡി എൽ ഫൈ എന്താ നോക്ക്. ഇവിടെ ഇവിടെ റൈറ്റ് അവിടെ വെക്ടർ സൈൻ കൊടുക്കണ്ട, നമുക്ക് ഫൈയുടെ ആ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ നമ്മൾ എസ് ക്യാപ്പ് പുറമെട്ടിക്കിട്ടല്ലോ അല്ലേ. പിന്നെ ഇവിടെ വെക്ടർ ഉണ്ട്, ഇവിടെ മതി വെക്ടർ. ഓക്കെ, ശ്രദ്ധിക്കണേ. ഡി എൽ ഫൈ എന്താ ഇവിടെ എസ് ഡി ഫൈ. റൈറ്റ്. ഏത് ഡി എക്സ് ഇൻറ്റു ഡി വൈ ചെയ്യുന്ന പോലെ എസ് ഡി ഫൈ ഇൻറ്റു അടുത്ത കോർഡിനേറ്റ് ഡി എൽ സെറ്റ് ആണ്, അതേതാണ് ഡി സെറ്റ് ആണ്. ഡയറക്ഷൻ നമ്മൾ പുട്ട് ചെയ്യുന്നു എസ് ക്യാപ്പ് ഡയറക്ഷൻ ആണ്. ഇത് എന്ത് വരും, എസ് ഇൻറ്റു ഡി ഫൈ ഡി സെറ്റ്. റൈറ്റ് ഇല്ല എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ഡി എ. അപ്പൊ ഇതൊക്കെ എഴുതി വെക്കാം. ഡി എ ഏതാണ്, കേർവ്ഡ് സർഫേസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഡി ഫൈ ഡി സെറ്റ് എസ് ക്യാപ്പ്. നമുക്ക് കാണേണ്ടത് ഡി എ ഫ്ലാറ്റ്, അതായത് സിലിണ്ടറിന്റെ ഫ്ലാറ്റ് സർഫേസിലുള്ള ഏരിയ എന്താണെന്ന് നമുക്ക് കാണാം. ശ്രദ്ധിക്കുക, ഇത് മാച്ചോട്ടെ. ഇവിടെ അടുത്ത് നമ്മൾ കാണുന്നത് ഫ്ലാറ്റ് സർഫേസിലാണ്. ഓക്കെ, ഫ്ലാറ്റ് സർഫേസ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ ഈ ഭാഗം അല്ലെ, അത് നമ്മൾ എക്സ് വൈ പ്ലെയിനിലാണ് വെച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർഫേസിൽ എന്ത് മാറാൻ പോകുന്നില്ല, സെറ്റ് മാറാൻ പോകുന്നില്ല. മാറോ? ഈ ഒരു സർഫേസ് സംബന്ധിച്ചിട്ട് ഈ പോയിന്റ് എടുത്താലും ഈ പോയിന്റ് എടുത്താലും ഇവിടെ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ എന്തെന്ന് ഫൈ സെയിം ആണ്. സെറ്റ് മാറോ? ഇല്ല. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ വലിയ റേഡിയസ് ഉള്ള സിലിണ്ടർ ആണെന്ന് വിചാരിക്കും. അപ്പൊ ആര് മാറും, എസ് മാറാം, ഫൈയും മാറാം. അപ്പോഴും എന്ത് മാറുന്നില്ല, സെറ്റ് മാറുന്നില്ല ഒരു ഫ്ലാറ്റ് സർഫേസിലാണെങ്കിൽ അല്ലെ. ഡിഫറെന്റ് റേഡിയസിലെ സിലിണ്ടർ എടുക്കുന്ന അനുസരിച്ചിട്ട് എസ് മാറും, അതുപോലെ ഫൈയും മാറും, ബട്ട് സെറ്റ് മാറുന്നില്ല. സോ ഡി എ എന്ന് പറഞ്ഞാൽ മാറുന്ന ആള് ഫൈയും അതുപോലെ എസ് ആണ്. അപ്പോ ഡി എൽ എസ് അല്ലെ, എസ് മാറുന്നുണ്ട് ഇൻറ്റു ആരാ, പിന്നെ മാറുന്നതാരാ, സെഡ് മാറാത്തത്. എസ് മാറാം, ഫൈ മാറാം. ഫൈയുടേത് ഡി എൽ ഫൈ. ഇനി ഡി എൽ ഡയറക്ഷൻ, ഈ ഫ്ലാറ്റ് സർഫേസിന്റെ ഡയറക്ഷൻ നോർമൽ ആയിരിക്കില്ലേ. ഇതാണ് എന്റെ ഇത്, ഈ ഒരു ഏരിയ കാണുന്നെങ്കിൽ ഇതായിരിക്കും. അത് നമ്മുടെ സെറ്റ് ക്യാപ്പിന്റെ ഡയറക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? സോ സെറ്റ് ക്യാപ്പ്, പുട്ട് സെറ്റ് ക്യാപ്പ് ഡി എൽ എസ് എന്താ നോക്ക്, ഡി എസ് എസ് ക്യാപ്പ് മാഗ്നിറ്റ്യൂഡ് ആണ്, ഡി എസ് മാത്രം ഇൻറ്റു ഡി എൽ ഫൈ എന്താ, എസ് ഡി ഫൈ. ഓക്കെ, ഇനി സെറ്റ് ക്യാപ്പ്. സോ ഡി എ ഈക്വൽ ടു എസിന് മുമ്പിൽ ഇട്ട എസ് ഡി എസ് ഡി ഫൈ സെറ്റ് ക്യാപ്പ്. മാറ്റി എഴുതാം, എസ് ഡി എസ് ഡി ഫൈ സെറ്റ് ക്യാപ്പ്. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേർവ്ഡ് സർഫേസിന്റെ ഏരിയ ഫ്ലാറ്റ് സർഫേസിന്റെ ഏരിയ എങ്ങനെയാ കാണുന്നത് അറിയണം. ഓക്കെ, ഒരു പ്രയാസമില്ലാതെ നമുക്കിത് കാണാൻ പറ്റണം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പിക്ചർ ഒക്കെ ഒന്ന് മായ്ക്കട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ കോർഡിനേറ്റ്. ഇനി ഈ പോയിന്റ് സെഡ് നിന്ന് ഇതാണ് നമ്മുടെ പോയിന്റ് പി എന്ന് വിചാരിക്കും. ഓക്കെ, പിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഏത്, എസ് ആണല്ലോ. നിങ്ങൾക്ക് ഈ പോയിന്റ് ആണെങ്കിൽ ഇതാണ് പോയിന്റ് പി എങ്കിൽ അതും റേഡിയസ് തന്നെയാണ്, എസ് തന്നെയാണ് അല്ലേ. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊജക്ഷൻ എടുക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ എക്സ് ആക്സിസുമായിട്ട് അല്ലേ, ഇപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതാണ് ഏത്, ഫൈ എന്ന് പറഞ്ഞ കോർഡിനേറ്റ്. പിന്നെ ഒന്ന് സെഡ് ആണ്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സർഫേസുകൾ ഒന്ന് കേർവ്ഡ് ആണ്, ഒന്ന് ഫ്ലാറ്റ് ആണ്. കേർവ്ഡ് സർഫേസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സെഡും ഫൈയും ആണ് വേരി ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എഴുതി. ഫ്ലാറ്റ് ആണെങ്കിൽ ഈ ഫ്ലാറ്റ് സർഫേസിൽ അതിന്റെ റേഡിയസ് നമുക്ക് മാറ്റാം, അതുപോലെ എന്തും മാറ്റാം,
ആംഗിൾ മാറും, ബട്ട് എന്ത് മാറുന്നില്ല, സെറ്റ് മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതും കിട്ടും അല്ലേ. നോക്കിയാൽ യൂണിറ്റ് വെക്ടറുള്ള ഏതിനാണോ ആ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തില്ല. ഓക്കെ, എനിവേ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ, റൈറ്റ്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യില് ഡോക്ടർ എൻ ഇ രാജീവ് സാറിന്റെ ഇതാണ് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ്. യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സ്റ്റോർ ഇറക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ്. പുതിയ എഡിഷൻ ആണ്, പഴയതല്ല. ഇത് 4th സെമ്മിലാണ് കഴിഞ്ഞ കൊല്ലം പഠിച്ചത്. നിങ്ങൾക്ക് ഇപ്പോൾ 3rd സെമ്മിലാണ് പഠിക്കാനുള്ളത്. സോ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്കല്ല, വാങ്ങിക്കണം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പേജ് നമ്പർ 39 ഗ്രേഡിയന്റും ഡൈവേർജൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ജനറൽ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, റൈറ്റ്. അതിലെ ചില വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാർട്ടീഷ്യനും സിലിണ്ടറിക്കലും സ്പെറിക്കലും ഒക്കെ എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. ലാപ്ലാസിയന്റെ അല്ലെങ്കിൽ ഗ്രേഡിയന്റിന്റെ ഡെൽറ്റയുടെ ഫോം കാർട്ടീഷ്യനിൽ എങ്ങനെയാണ് അത് നമുക്കറിയാം. കാർട്ടീഷ്യനിലൊന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. സിലിണ്ടറിക്കൽ എങ്ങനെയാണ്, സ്പെറിക്കൽ എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കണമെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പൊ അത് ആ ജനറൽ ഫോർമുല ഉണ്ട്, ഗ്രേഡിയന്റിന്റെ ഫോർമുല വന്നിട്ടുണ്ട്. അതിൽ കുറെ യു വി എഫ് ജി എന്നൊക്കെ പറഞ്ഞ വേരിയബിൾ ആണ്. അതിനൊക്കെ ഓരോ കോർഡിനേറ്റ് ആകുമ്പോൾ ഓരോ വേരിയബിൾസ് പുട്ട് ചെയ്യണം. ഓക്കെ, അത് കറക്റ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോമായി. നമ്മളെ സംബന്ധിച്ചിട്ട് ആ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നതല്ല. നമുക്ക് എന്താ വേണ്ടത്, ഫിസിക്സിൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇപ്പൊ ഡെൽറ്റി കാണണം, സ്പെറിക്കൽ പോളാർ ഡെൽറ്റി കാണുമെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഡെൽറ്റിയുടെ ഫോം സ്പെറിക്കൽ കിട്ടിയാൽ പോരെ. അത് എങ്ങനെ ഡിറൈവ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആ ഡെൽറ്റിയുടെ ഫോം സ്പെറിക്കൽ എന്താണോ അത് നേരെ എടുത്തങ്ങ് പ്രയോഗിക്കണം. ഇപ്പൊ ഹൈഡ്രജനകത്ത് നമ്മൾ അങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താ ഡെൽ ഡോട്ട് ടി, ഡെൽ ഡോട്ട് വി, അല്ലെങ്കിൽ ലാപ്ലാസ് ഡെൽ സ്ക്വയർ വി, ഇതിന്റെ ഒക്കെ ഫോം എങ്ങനെയാണെന്ന് ഡിഫറെന്റ് കോർഡിനേറ്റിൽ മനസ്സിലാക്കി വെക്കുക. അതാ ടേബിൾ പഠിച്ചാൽ മതി. അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം, റൈറ്റ്. എങ്ങനെ ഡിറൈവ് എന്നുള്ളത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ ഡിസ്കഷൻ. നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ചിട്ട് അതിനല്ല പ്രാധാന്യം, നമുക്ക് ഇത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോം അങ്ങനെ പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? ബട്ട് ഓരോ കോർഡിനേറ്റിനെ പറ്റിയിട്ട് കൃത്യമായ ധാരണ വേണം, എങ്കിലേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്രോണിക്കൽ ഡാറ്റ ലാസ്റ്റ് പോർഷൻ ആണ്, അതുമായിട്ട് കാണാം.